എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിജീഷാണ്. ഞാനിപ്പോൾ നമ്മളുടെ നാട്ടിൽ നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ മറ്റേ വെള്ളം സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശശി എന്നാണ് പേര്. നമുക്ക് മൂപ്പരെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ശശി, നമ്മൾ നീ വാൽവ് പൂട്ടിയോ? ഇല്ല, അങ്ങോട്ട് തുറക്കാനായിട്ട് നമ്മുടെ ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടാണ് ഇപ്പോൾ തുറന്നിട്ടേക്കണേ. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഈ മലമുകളിൽ എത്ര വീട്ടുകാർക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്? നമ്മൾ കൂട്ടാൻ നേരത്ത് 85 വീടുണ്ട്. അത്ര ഉണ്ടാവും. നമ്മളൊരു വീട്ടിൽ നിന്ന് ഏകദേശം എത്ര രൂപ വെച്ച് കിട്ടും ഒരു മാസം? ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി? ഇങ്ങനെ പഞ്ചായത്തിൻ്റെ ആണോ അതോ വാട്ടർ അതോറിറ്റി ആണോ? ഈ പഞ്ചായത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് കംപ്ലീറ്റ് അടയ്ക്കുന്നത് പഞ്ചായത്താണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉപയോക്താക്കൾ ഓരോ വീട്ടിൽ വെള്ളം എടുക്കുന്ന ആൾക്കാർ 100 രൂപ വെച്ചാണ് മാസം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആ കൃഷ്ണൻ എന്ന് പറഞ്ഞ അവൻ്റെ കിണ്ണൻ എന്നൊക്കെ പറയും, അവൻ്റെ വീടിൻ്റെ അവിടെ ഒരു നമ്മളൊരു കുഴൽക്കിണർ അതിയുണ്ട്. അപ്പം അതിൻ്റെ പൈസ നമ്മൾ എന്നാ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേനൽക്കാലം വരാൻ നേരത്ത് അതിൽ നിന്നാണ് വെള്ളം അടിക്കാറ്. അപ്പം നമ്മുടെ ചെറിയനും അതുപോലെ തന്നെ നമ്മുടെ കുഴൽക്കിണറും അത് വീഗാലാൻഡ് ആണ് അത് സ്വരൂപിച്ച് തന്നേക്കുന്നത്. നമ്മുടെ കുഴൽക്കിണർ അവിടെ തൊട്ട് താഴ്ത്തുള്ള നമ്മുടെ ഗോപിച്ചേട്ടന് കൃഷ്ണൻ അതറിയാം എല്ലാവർക്കും, അവിടെ നിന്നാണ്. അപ്പൊ അതില് വരാൻ നേരത്ത് നമുക്ക് വേനൽക്കാലം വരാൻ നേരത്ത് മാക്സിമം വരാൻ നേരത്ത് ഒരു 1000 ചില്ലാൻ രൂപ ഇതിൽ വരുന്നുണ്ട് കറണ്ട് ബില്ലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ചെറിയ അടിക്കുന്നത് പഞ്ചായത്താണ് അതിന്റെ പൈസ കറണ്ട് ബില്ല് അടിക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോ വീട് നമ്മുടെ കുടുംബക്കാരെല്ലാരും, നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കുടുംബക്കാരാണ്. ജാതി മതം ഇത് നോക്കണല്ലോ, അതെല്ലാം നമ്മുടെ കുടുംബക്കാരാ. എല്ലാവരുടെയും വീട്ടിൽ വെള്ളം നമ്മൾ എത്തിക്കുന്നുണ്ട്. അതിനൊരു വാൽവ് പോകുന്നത് ഓരോ വീട്ടിലും സെപ്പറേറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുക്കാം, യൂസ് ചെയ്യാം. ശരിക്കും തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണേലും വെള്ളം എടുക്കാം, ഇഷ്ടം പോലെ വെള്ളം എടുക്കാം. നമ്മൾ വാട്ടർ അതോറിറ്റി അടിക്കുന്ന പോലെ ഇത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം അങ്ങനെയില്ല, നമുക്ക് എത്ര വെള്ളം വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമുക്ക് ഈ വേനൽക്കാലം വന്നപ്പോ ഇത്തിരി ഷോർട്ടായാലും നമ്മൾ പറയും, എല്ലാ വീട്ടിൽ ചെന്നിട്ട് പറയും 1 മണിക്കൂർ എടുക്കാനുള്ള വെള്ളമുള്ളൂ. വെള്ളം നമ്മളെ ചെറിയ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയില്ല. അപ്പൊ ഓരോ ഏരിയ ഉണ്ട്. നമ്മുടെ അമ്പിയുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും അമ്പിക്കൊരു ഹാൻഡിക്യാപ്ഡ് ഇതാണ്, ഒന്നും വെള്ളം എടുക്കാനായിട്ട് പറ്റൂല. നേരെ മേളില് നമ്മുടെ കിണറിൽ നിന്ന് വന്ന് വെള്ളം കോരിയെടുക്കാൻ അവർക്ക് പറ്റില്ല. പിന്നെ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ ആദ്യം ഒരു മുൻഗണന രീതിയിൽ തുറന്നു കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് പിന്നെ വന്നത് നമ്മുടെ താഴത്തേട്ട് ഇവിടുന്ന് പറയാൻ നേരത്ത് നമ്മുടെ അനീഷ് നമ്മൾ ഇവിടുന്ന് ടാങ്കിന്റെ താഴത്തേട്ട്. അപ്പൊ അവിടുന്ന് ഉള്ള മറ്റേ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമുണ്ട് നമ്മുടെ ഇതില്. എന്നാലും ഓരോ ദിവസം വെച്ചാണ്. ഇപ്പൊ ഇന്ന് ഇവിടുന്ന് വെള്ളം തുറന്നിട്ടുണ്ടെങ്കിൽ നാളെ അടിക്കില്ല. നമ്മുടെ ഈ ടാങ്കിന്റെ അടുത്ത് താഴോട്ടുള്ള ഒരേ ഒരു ദിവസം ടാങ്കിന്റെ അടുത്ത് അങ്ങനെയല്ല. ഇപ്പൊ ഇന്നിപ്പോ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ആ സുരേഷിന്റെ വീടിന്റെ അടുത്ത് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കില് ഇന്നലെ വെള്ളം വന്നു. അപ്പൊ നമ്മള് ഇന്ന് വെള്ളം തുറക്കും. ആ വെള്ളം തുറക്കാൻ നേരത്ത് അവിടെ കിട്ടും. അപ്പൊ അവർക്ക് വെള്ളത്തിന്റെ പ്രശ്നം ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ സർക്കാരിന്റെ വെള്ളത്തിന് പൈസ അടയ്ക്കാത്ത കുറെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കണില്ല. അപ്പൊ ഇങ്ങനെ തുറന്നുകൊണ്ടാ നേരത്ത് അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പൈസ അടയ്ക്കുന്ന ആൾക്കാർക്കും വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരും പൈസ തരുന്നുണ്ട്. രണ്ടു കൂട്ടരും നമുക്ക് പൈസ തരും. അപ്പൊ അങ്ങനെയുള്ള ഇതാണ് നമ്മൾ ചെയ്ത് ഇങ്ങനെ പോരണം. അല്ല ചേച്ചി, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഏകദേശം ഒരു മാസം നമുക്ക് ഏകദേശം എത്ര കാശ് കിട്ടും നമ്മുടെ ഈ മലമുകളിൽ നിന്ന്? ഒരു 85 വീടുണ്ടല്ലോ. അപ്പൊ എന്നാലും സുമാർ 85 വീട്ടുകാർ ഒരു പക്ഷേ പൈസ കിട്ടില്ല എന്ന് വരാം. ചിലർ 2 മാസം കൂട്ടി തരുന്നവരുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു സുമാർ എത്ര കാശ് കിട്ടും? അത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ നേരത്തെ അത്രയൊന്നും കിട്ടൂല. നമ്മളെ ഒരു നാട്ടുകാരെന്ന രീതിയിൽ നമ്മളൊരു സേവനം രീതി ചെയ്തു കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ പൈസ എന്ന് പറഞ്ഞ ആൾക്കാർ തരാറുണ്ട്. തരില്ല എന്നുള്ള പറഞ്ഞ കുറെ ആൾക്കാർ പൈസ പെൻഡിങ് ഉണ്ട്, എന്നാലും നമ്മളത് നോക്കൂല. ഇത് അവരെ വീട്ടിട്ട് പോകാൻ നേരത്തെ എനിക്ക് പൈസ തരാത്ത ആൾക്കാരുടെ ടാപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല, അത് കുടിവെള്ളമാണ്. അപ്പൊ നമ്മളത് കാരണം കട്ട് ചെയ്യും ചെയ്യില്ല. വർഷങ്ങളോളമായിട്ട് പൈസ തരാത്ത ആൾക്കാർ ഇഷ്ടം. പൈസ തന്നാലും തന്നില്ല, നമ്മൾ കുടിവെള്ളം അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം. അതും നമ്മള് ഇതില് എന്റെ വണ്ടിയിൽ പോകാൻ നേരത്ത് എന്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കണം. ഞാൻ വരാൻ നേരത്ത് സൈറ്റിൽ നിന്ന് വരാൻ നേരത്ത് ഒരു 12 മണി 1 മണി നേരത്ത് വന്ന് അടിച്ചിട്ട് അങ്ങോട്ട് വിടും. അത് വിട്ട് കഴിഞ്ഞ നേരത്ത് നമ്മള് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞ നേരത്ത് ഈ ടാങ്ക് നിറയണമെങ്കിൽ മാക്സിമം
1 മണിക്കൂർ പിടിക്കും. 1 മണിക്കൂറാണ്. ആ 1 ഇത് മണിക്കൂർ. ഏകദേശം എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ടാങ്കിന്? അത് ശരിക്കും എനിക്ക് അത്ര അറിയാം. നമുക്ക് അത് എന്നാലും ഒരു 10-15 ലിറ്റർ അത്ര ഉണ്ടാവും. കപ്പാസിറ്റി ഉണ്ടാവും പ്രതീക്ഷിക്കാം. കാരണം അപ്പൊ 85 വീടുള്ളതാണല്ലോ. അപ്പൊ എല്ലാവർക്കും നമ്മൾ വെള്ളം നമുക്ക് അവിടുന്ന് വെള്ളം അടിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂറാണ് ശരിക്കും ടാങ്ക് അല്ല മറ്റേ മോട്ടർ അടിച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറാണ് ഇതിന്റെ കപ്പാസിറ്റി ഇത് നിറയാനായിട്ട്. അത് നിറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ മനോജ് തൊട്ട് അതായത് നമ്മുടെ ഈ ടാങ്കിന്റെ അടുത്ത് താഴെ വലത്തോട്ടുള്ള ഭാഗത്തേക്ക് എല്ലായിടത്തേക്കും നമ്മൾ കൊടുക്കും. പിന്നെ ഉള്ളത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിക്കും. വെള്ളമുള്ള സമയം കേട്ടോ, വെള്ളം ഇല്ലാത്ത സമയത്തല്ല ഞാൻ പറയുന്നത്. വെള്ളമുള്ള സമയം ചെറിയ വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക. അപ്പൊ അവിടുന്ന് കഴിഞ്ഞ നേരത്ത് നമ്മുടെ സരസ്വ ചേച്ചിയുടെ വീട് സരസ്വ ചേച്ചിയുടെ വീടിന്റെ അവിടെ ഒരു വാൽ വെച്ചിട്ടുണ്ട്. അത് തിരിക്കും. അപ്പത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം പോകും. സരസ്വച്ചിയുടെ വീടിന്റെ അടുത്ത് അങ്ങോട്ട് നമ്മുടെ ഷിജു, സുധി, സുര അങ്ങനെയുള്ള അതല്ല, ആദ്യം ഷിജുവിന്റെ വീടിന്റെ സൈഡിൽ അങ്ങോട്ട് തിരിയും, താഴോട്ടുള്ള ഭാഗത്ത് അങ്ങോട്ട് പോകും. ഓക്കെ. പിന്നെ ഇന്നര ചേച്ചിയുടെ വീടിന്റെ അങ്ങോട്ട് പോകും. നമ്മുടെ ഈ വഴിക്ക്, നമ്മുടെ ഈ ചെറിയ തൊണ്ട് വഴിക്കിടെ ഉള്ള അവിടെ എത്ര വീടിന്റെ ഏകദേശം? ഒരു 1 2 3 4 5 6 7 8 9 ഒരു 9 10 വീട് കൂട്ടാം. അത്ര കുടിക്കും. 10 വീട്ടുകാർക്ക്. അത്ര വീട്ടുകാർക്കുള്ള വെള്ളം ഇങ്ങോട്ട് രണ്ട് ഒറ്റയടിക്ക് വിടും. അപ്പൊ 2 മണിക്കൂർ കഴിയാൻ നേരത്താണ് പിന്നെ തുറക്കണേ. അപ്പൊ അവർക്ക് വെള്ളം ഏകദേശം ആയിട്ടുണ്ടാവും. ഒരു വീട്ടിട്ട് 1 മണിക്കൂർ അടിക്കണ്ട ശരിക്കും. ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മണിക്കൂർ 1 മണിക്കൂറിന്റെ ആവശ്യമില്ല. എന്നാലും 2 മണിക്കൂർ ഉണ്ടാവും. അപ്പൊ വിളിച്ചു പറയും ഏകദേശം ഒരു 1000 ലിറ്റർ വെള്ളമാണ് ഒരു വീട്ടില് ആവറേജ് കൂട്ടാം. അത്ര എടുക്കില്ല, എന്നാലും കൂട്ടാൻ നമ്മള്. ഇപ്പൊ അങ്ങനെയുള്ള കാരണം ഇപ്പൊ നമ്മുടെ നേരെ താഴ്ത്തിയിട്ട് ആ കിണറിന്റെ വീണ്ടും അങ്ങോട്ട് രണ്ടാമത് തുറന്ന് വിടും. ആ തുറന്നു വിട്ട് കഴിഞ്ഞ നേരത്ത് അവർക്ക് കിട്ടും ഒരു 2 മണിക്കൂർ കഴിഞ്ഞ നേരത്ത്. അപ്പൊ അവിടുന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടാവില്ല, എന്നാലും വിളിക്കും. മറ്റേ കുട്ടാപ്പൂന്റെ വീട്ടിൽ നിന്നൊക്കെ അവര് വിളിച്ചു, ചേട്ടാ ഇങ്ങനെ ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് വെള്ളം അത്യാവശ്യമായിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ തിരിച്ചിട്ട് നേരെ ഇവിടുന്ന് നേരെ നമ്മുടെ മലക്കുശുകളുടെ താഴെയുള്ള ആ വഴിയിലേക്ക് വിടും. ആ വാൽവ് ആ വാൽവ് അങ്ങോട്ട് തുറന്നു വിട്ട് കഴിഞ്ഞ നേരത്ത് അവിടെ കിട്ടിക്കഴിഞ്ഞൊരു 5 മണി 6 മണി വന്നിരുന്നു. അപ്പൊ നമുക്ക് വെള്ളം റെഡി ആയിട്ടിരിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോ ഈ സാധനം വെള്ളം യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വിശേഷ പറഞ്ഞ പോലെ പൈസയുടെ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും നമുക്ക് ചോദിക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ നമ്മള് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ വന്ന ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ, നമ്മളെ ഈ മലമുകളിൽ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നവരും നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നില്ല. തരുന്നവര് മേടിക്കുക, നമ്മളൊരു നാട്ടിലെ സേവനം എന്ന രീതിയിൽ ചെയ്യുന്നു. സേവനമല്ല, എന്നാലും നമ്മളുടെ ഒരു ഉത്തരവാദിത്വം എന്തെങ്കിലും ചെയ്യുന്നു. ചെയ്തോളൂ. ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം, വെള്ളം യൂസ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആ താഴ്ത്തിയിട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാലും ഇങ്ങോട്ട് പോയാലും ഇവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം എന്റെ കൂടപ്പിറപ്പുമാരാ. അവിടെ ജാതിയും മതവും ഒന്നും നോക്കണില്ല, നമ്മളങ്ങനെ നോക്കാറില്ല. ഇതില് ഒരു വീട്ടിട്ട് മാത്രം വാൽവ് നമ്മൾ വെച്ചിട്ടില്ല. ഈ വാൽവ് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്ഥലത്തേക്കാ. ഇത് ഒരു മനുഷ്യന്റെ വീട്ടിട്ട് മാത്രം, എന്റെ കൂട്ടുകാരന്റെ വീട്ടിട്ട് മാത്രം ഞാൻ വെച്ചിട്ടില്ല. ഇങ്ങനെ 3 വാൽവ് ഉണ്ട്. ഒരു 3 സൈഡിലേക്ക് വിടുന്നത്. ഈ 3 സൈഡിട്ടാണ് പറഞ്ഞത്. ഇത് എന്റെ കൂട്ടുകാരുടെ വീട്ടിട്ട് ആരുടെ വീട്ടിലും വാൽവ് ഇട്ടിട്ടില്ല. നമ്മൾ ഓരോ സെക്ഷനായിട്ട് തുറന്നു വിടും. അപ്പൊ നമ്മൾ ആരും ആ വെള്ളം ആരാണ് എടുക്കണേ ആ സമയത്ത് വെള്ളം എടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ. ശശി, നമുക്കേ ഒരു കാര്യം, നമുക്ക് നമ്മുടെ വെള്ളം അടിക്കുന്ന ആ കുളത്തിലൊന്ന് പോയിട്ട് നമുക്ക് അതും കൂടി ഒന്ന് ആൾക്കാരൊന്ന് കാണിച്ചു കൊടുത്താലോ? ഓക്കെ, ശരി. നമുക്കൊന്ന് കുളത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇപ്പോഴേ നമ്മുടെ ഈ വെള്ളം അടിക്കുന്ന ചിറയിലേക്ക് പോകുന്ന ഒരു ഇറക്കമാണ്. നമ്മുടെ മലമുകളിൽ നിന്ന് ഒരു കുത്തനെ ഇറക്കമാണ്. ഏകദേശം ഒരു 10-300 മീറ്റർ ഉണ്ട്. താഴെ ഇറങ്ങിയ ശേഷം അവിടെ ഒരു ചിറയുണ്ട്. ആ ചിറയിൽ നിന്നാണ് നമ്മൾ വെള്ളം അടിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് ചെയ്യുന്നത് ഒരു കനാലിൻ്റെ ഒരു സൈഡിൽ കൂടെ പോകുന്നത്. ഇതിലങ്ങനെ പോയിട്ട് നമുക്ക് താഴോട്ട് പോകാനുണ്ട്. പോകുന്ന വഴി തന്നെ ലേശം ഇടങ്ങേറാണ്. വലിയ വഴിയൊന്നുമില്ല, ഒരു ചാല് മാത്രമേ ഉള്ളൂ. നമ്മൾ തൊണ്ടെന്ന് പറയില്ലേ, എന്ന പോലെ തന്നെ ഒരു വഴിയിലാണ് നമ്മൾ പോകുന്നത്. പോയിട്ട് ഏകദേശം നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. ഇതിലേക്കാണ് ചേച്ചി ഏകദേശം വെളുപ്പിന് ഒരു 5 മണിക്ക് 4 മണിക്കൊക്കെ കണ്ടോ. ഇവിടെയൊക്കെ ഭയങ്കരമായ കാടാണ്. ഇത് മനുഷ്യന്മാർ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇടങ്ങേറാണ്. കണ്ടോ, പോകുന്നത് ഭയങ്കരമായ കാടുള്ള വഴികൾ. ഇതുപോലെ പാമ്പോ വഴി എന്തൊക്കെയുള്ള നീന്തി തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു വഴിക്കൂടെ പോയിട്ടാണ് മൂപ്പര് രാവിലെ തന്നെ എല്ലാവർക്കും വെള്ളം എത്തിക്കാൻ വേണ്ടി. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രോസസ്സിങ് ആണ്. ചില സമയത്ത് വെള്ളം ഉണ്ടാവില്ല, വെള്ളമില്ലാത്ത സമയത്ത് മൂപ്പര് അത് അഡ്ജസ്റ്റ് ആക്കി തന്നെ ഒഴിക്കുന്നുണ്ട്. ഇവിടെ തന്നെ പോകാൻ പറ്റ വഴികളൊന്നും തന്നെ ഇല്ല. അങ്ങനെ തന്നെ പോവുക, അവിടെ ചെല്ലുക, മോട്ടർ അടിക്കുക. നമ്മൾ അടിക്കുന്ന ഒരു കുളത്തിൻ്റെ അടുത്ത്, നമ്മളിവിടെയാണ് നമ്മുടെ പമ്പ് ഹൗസ് ഇരിക്കുന്നത്. ഈ കുളത്തിൽ നിന്ന്
വരുന്ന വെള്ളം. ഇതിപ്പോൾ നമ്മുടെ ഒരു വെട്ടിക്കാപ്പിളി ചിറ എന്ന് പറഞ്ഞ ചിറ ക്ലീൻ ചെയ്തെടുത്ത വെള്ളമാണ്. ഇവിടുന്ന് വരുന്ന വെള്ളം ഇവിടുന്ന് ഫിൽറ്റർ ചെയ്ത് അവിടെ ഇതൊരു പമ്പ് ഹൗസിലൊരു കിണറാണ്. ഈ കിണറിലേക്ക് ചാടിച്ചിട്ട് അവിടെ നിന്നാണ് വെള്ളം അടിക്കുന്നത്. നമുക്ക് മോട്ടർ അടിക്കുന്നത് നോക്കാം. ശശി ഒന്ന് ഓണാക്കിയോ. ഇവിടെ ഏകദേശം രാവിലെ തന്നെ വന്നിട്ട് ഒരു 5-5:30-6 മണിക്കുള്ളിൽ വന്നിട്ടാണ് മൂപ്പര് ഈ കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം മൂപ്പര് പണിക്ക് പോകും. പിന്നീടാണ് വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്ന സമയത്ത് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനകത്ത് വലിയ വരുമാനമൊന്നുമില്ല, പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലെ ആളുകൾ എന്ന രീതിയിൽ മൂപ്പര് അങ്ങ് ചെയ്തു കൊടുക്കുന്നുള്ളൂ. മോട്ടോർ ഓണാക്കല്ലേ ചേച്ചി? ഈ കറണ്ട് പോകുന്ന നേരത്ത് ഇപ്പൊ ഓൾറെഡി കറണ്ട് പോയിരിക്കുകയാണ്. കറണ്ട് ഏകദേശം ചില ദിവസങ്ങളിൽ 2, 3, 4 പ്രാവശ്യം കറണ്ട് പോകും. കാരണം നമ്മുടെ ഈ ലൈനൊക്കെ വരുന്നത് ഈ റബ്ബർ തോട്ടത്തിന്റെ സൈഡിലേക്കാണ് വരുന്നത്. അപ്പോൾ കറണ്ടിന്റെ ഒരു വിഷയമുണ്ട്. ഇപ്പൊ തന്നെ കറണ്ട് പോയിക്കണം. ഇനി കറണ്ട് വരുന്നവർ മൂപ്പരിയോട് ഇരിക്കും. അതിനുശേഷം കറണ്ട് വന്നതിന് ശേഷം അത് ഓണാക്കിയിട്ട് വേണം വീണ്ടും വെള്ളം സപ്ലൈ ചെയ്യാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പള്ളിമൂട് കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഏകദേശം ഒരു 85 വീട്ടുകാരുണ്ട്. പക്ഷേ 85 വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്നില്ല. ഇതാണ് നമ്മളുടെ നാട്ടിലെ നമ്മളുടെ ഗ്രാമത്തിലെ വെള്ളത്തിൻ്റെ സ്ഥിതി. ഇതുപോലെ ഒരു പഞ്ചായത്ത് ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് ഉപഭോക്താക്കൾ ഉപയോഗിക്കുക, അവർ തന്നെ ഒരാളെ കണ്ടെത്തുക, അവർ വെള്ളം അടിക്കുക, അവർ തന്നെ പൈസ കൊടുക്കുക, ആ പൈസയിൽ നിന്ന് ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കുക. ഇങ്ങനെയെല്ലാം ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് വെള്ളം എത്തുന്നു. അല്ലാതെ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളങ്ങൾ ഇങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. കാരണം ശേഷം നമ്മുടെ ഈ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങൾ ഒരുപാട് ഉയർന്ന പ്രദേശങ്ങളാണ് താമസിക്കുന്നത്. നമ്മുടെ കുന്നനാട് പഞ്ചായത്തിൽ പള്ളിമുളത്ത് മല എന്ന പ്രദേശം ഏകദേശം നല്ല ഹൈറ്റുള്ള പ്രദേശം. ഈ പഞ്ചായത്ത് തന്നെ ഏകദേശം ഹൈറ്റുള്ള പ്രദേശങ്ങളിലൊന്നും തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ്റെ സുഹൃത്താണ് ശശി നമ്മൾ ഈ ആളുകൾ കൊടുക്കുന്ന പൈസ നോക്കിയിട്ടല്ല, ഒരു ജനസേവനം എന്ന നിലയിലാണ് ശശി ഈ വെള്ളം അടിക്കുന്നത്. എല്ലാ വീടുകളിലേക്കും കറക്റ്റായിട്ട് വെള്ളം എത്തിക്കുന്നുണ്ട്. വേനൽ വരുമ്പോൾ ശക്തമായ വേനൽ വരുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. ഞങ്ങൾ കനാലിൽ രാത്രി കാലങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചേട്ടന്മാരും അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടി പോയിട്ട് കനാലിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അപ്പുറം പട്ടിപ്പറ്റ വന്ന സ്ഥലത്തു നിന്ന് വെള്ളം തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ചറിയിൽ ചാടിയ ശേഷമാണ് ഞങ്ങൾക്ക് ഈ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ടാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് വെള്ളം ഉപയോഗിക്കുന്നത്. ഇതാണ് എൻ്റെ നാട്ടിലെ വെള്ളത്തിൻ്റെ അവസ്ഥ. ഓക്കെ, ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.